ലീലകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വൃന്ദാവനത്തിലെത്തിയ ഭഗവാൻ അവിടെ ഗോപികമാരോടും ഗോപാലന്മാരോടും കൂടി പല ലീലകളാടി. അതോടൊപ്പം തന്നെ കംസൻ്റെ നിരവധിയായിട്ടുള്ള ആ ഭൃത്യന്മാരെ ഭഗവാൻ കാലപുരിയിലേക്ക് അയക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അവിടെ ആദ്യം ഭഗവാൻ വൃന്ദാവനത്തിലെത്തി രണ്ട് അസുരന്മാരെ നിഗ്രഹിച്ചു. ഒന്ന് വത്സാസുരൻ, പശുക്കുട്ടിയുടെ രൂപത്തിൽ വന്ന കംസഭൃത്യൻ. മറ്റൊന്ന് കൊക്കിൻ്റെ രൂപത്തിൽ വന്ന സാക്ഷാൽ പൂതനയുടെ സഹോദരനായിരിക്കുന്ന ഭഗൻ. ഈ രണ്ടുപേരെയും ഒരാളെ ഭഗവാൻ കാലിൽ പിടിച്ച് വട്ടം ചുഴറ്റി ദൂരേക്ക് വലിച്ചെറിഞ്ഞു കൊന്നുവെങ്കിൽ ഭഗനെ നിഗ്രഹിച്ചത് കൊക്കിൻ്റെ രൂപത്തിൽ വന്നപ്പോൾ അവൻ്റെ 2 കൊക്കും വലിച്ചു കയറി ഭഗവാൻ നിഗ്രഹിച്ചു എന്ന് പറയുന്നു. പിന്നെ ഈ പൂതനയുടെ ഒരു സഹോദരൻ ഭഗൻ, മറ്റൊരു സഹോദരനാണ് അഘൻ. അഘൻ എന്ന് വെച്ചാൽ അഘം എന്ന് പറഞ്ഞ പാമ്പ്. അപ്പോൾ അഘം എന്ന് വെച്ചാൽ പാപം പാമ്പിൻ്റെ സ്വരൂപത്തിൽ ഇതാ വന്ന് കിടക്കുകയാണ്. പാമ്പിൻ്റെ രൂപത്തിൽ വലിയ വായും തുറന്ന് വൃന്ദാവനത്തിൽ ഈ കൃഷ്ണനും കൂട്ടുകാരും വരുന്ന വഴിയിൽ ഇങ്ങനെ കാത്തു കിടന്നു. അപ്പോൾ ഭഗവാൻ എല്ലാം അറിയുന്ന ഭഗവാൻ എന്തു ചെയ്തു? അന്ന് ഏട്ടനെ കൂട്ടത്തിൽ കൊണ്ടുപോയില്ല. അമ്മയോട് പറഞ്ഞു, ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി കാട്ടിൽ വെച്ചാണ് ഭക്ഷണം കഴിക്കണത്. അപ്പോൾ ഏട്ടൻ വരുന്നില്ല, ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്തേക്ക് എത്തുള്ളൂ. അപ്പോൾ ഏട്ടൻ എന്താ വരാത്ത? ഏട്ടൻ വരുന്നില്ല എന്നാണ് പറയണത്. ഏട്ടനോട് വരരുതെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കാരണം പാമ്പിനെ കൊല്ലാൻ പോകുമ്പോൾ പാമ്പ് അവതാരമെടുത്തിരിക്കുന്ന രാമനൊപ്പം വരണ്ട എന്ന് ഭഗവാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഏട്ടനെ കൂടാതെ ഒരു ദിവസം എല്ലാവരും കൂടി കാട്ടിലേക്ക് പോയി. കയ്യിൽ പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് അവിടെ ഇരുന്നാണ് കഴിക്കണത്. വലിയ സന്തോഷം. നമ്മളിപ്പോൾ പുതിയ പരിഷ്കാരമാണെന്നാണ് വിചാരിക്കുന്നത്. കാട്ടിൽ പോയി ഭക്ഷണം കഴിക്കുക. ഇവിടെ ഒന്നും ഭക്ഷണം കിട്ടാത്ത ആളുകളാന്ന് തോന്നും. ഇവിടുന്ന് കുറേ അവിടെ കൊണ്ടുപോവുക, എന്നിട്ട് അവിടെ വലിയ വിരിയൊക്കെ വിരിച്ച് എന്നിട്ട് ചുറ്റും വട്ടത്തിലിരുന്ന് അങ്ങനെ കഴിക്കുക. അങ്ങനെയുള്ള ഏർപ്പാടുകളൊക്കെ ഉണ്ട്. പ്രകൃതി സ്നേഹം അതിൻ്റെ ഏറ്റവും വലിയ ആളാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു നമുക്കും അങ്ങനെ കഴിക്കാമെന്നും പറഞ്ഞ് എല്ലാവരും കൂടി പോയി. ആ പോകുന്ന പോക്കിലാണ് കുട്ടികൾ എല്ലാവരും കൂടി ഈ പാമ്പിൻ്റെ വായ തുറന്നുള്ള കിടപ്പ് കണ്ടപ്പോൾ പുതിയൊരു ഗുഹയാണെന്ന് വിചാരിച്ച് അതിൻ്റെ അകത്തേക്ക് കയറി. അതിനകത്തേക്ക് കയറി നോക്കുമ്പോൾ അതിനകത്തുനിന്ന് പുറത്തേക്ക് വരാൻ പറ്റണില്ല. അതിനകത്താണെങ്കിൽ വല്ലാത്ത ചൂട്. ഗുഹയിൽ സാധാരണ തണുപ്പാണല്ലോ ഉള്ളത്. കൃഷ്ണ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു ഇതപ്പോൾ വരാം എന്ന് പറഞ്ഞ് കൃഷ്ണനും അകത്തേക്ക് കടന്നു. അഘാസുരന് വലിയ സന്തോഷമായി. ഇപ്പം കൃഷ്ണനെയും ഗോപാലന്മാരെയും ഒരുമിച്ച് ഞാൻ ഇല്ലാതെയാക്കും. കംസനിൽ നിന്ന് ഒരുപാട് ആ സമ്മാനങ്ങളൊക്കെ ഞാൻ നേടും. കംസപുരിയിലേക്ക് ഞാൻ എത്തും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഭഗവാൻ കംസപുരിയിലേക്കല്ല പറഞ്ഞയച്ചത്, കാലപുരിയിലേക്കാണ്. ഭഗവാൻ അങ്ങോട്ട് വളർന്നു വലുതായതോടുകൂടി അവന് ശ്വാസം മുട്ടി. അവൻ തൻ്റെ ആ വാലടിച്ച് അവിടെ മരിക്കുകയും ചെയ്തു. ഈ അഘനിൽ നിന്നൊരു ജ്യോതിസ് ആകാശവീഥിയിലേക്ക് ഇങ്ങനെ ഉയർന്നു പൊങ്ങി പിന്നെ ഭഗവാനിലേക്ക് ലയിച്ചു ചേരുന്നത്. അവിടെ കുട്ടികളൊന്നും കണ്ടില്ല, പക്ഷേ ഒരാൾ കണ്ടു. ഭഗവാന്റെ കുട്ടി കണ്ടു. അതാരാ ഭഗവാന്റെ കുട്ടി? ഭഗവാന്റെ നാഭീകമലത്തിൽ നിന്നുണ്ടായ ഒരാൾ. ഇപ്പോൾ വലിയ ആളായി എന്നാണ് വിചാരം. ഈ സൃഷ്ടികർത്താവാണെന്നൊക്കെ വിചാരിച്ച് അവിടെ സത്യലോകത്ത് തെളിഞ്ഞിരിക്കുക. ഇങ്ങനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി, എന്നാൽ ഇതൊന്ന് കണ്ടിട്ട് വരണല്ലോ, ഈ കൃഷ്ണനെ ഒന്ന് കളിപ്പിക്കാം. നല്ല ആളെയാണ് കളിപ്പിക്കണത്. ലോകത്തിനെ മുഴുവൻ കളിപ്പിക്കുന്ന ആളെ കളിപ്പിക്കാനൊക്കെ പറ്റും, പക്ഷേ ഇത്തരത്തിലുള്ള കളിയൊന്നും അവിടെ നടക്കില്ല. ഏതായാലും ബ്രഹ്മാവ് വിചാരിച്ചു, ഈ കൃഷ്ണൻ അഘാസുരനെ കൊന്നതിന് ശേഷം ഇപ്പോൾ എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പുറപ്പെടുകയാണ്. നടുവിൽ കൃഷ്ണൻ, ചുറ്റും ഗോപാലന്മാർ. അപ്പോഴാണ് ശ്രീരാമാവ് പറഞ്ഞത്, കൃഷ്ണ നമ്മുടെ പശുക്കുട്ടികളെ ഒന്നും കാണാനില്ല. ഭഗവാൻ ഒന്നിങ്ങനെ നോക്കി, അത് ശരി, ബ്രഹ്മാവിൻ്റെ കളിയാണ് അല്ലേ, എങ്കിൽ ബ്രഹ്മേശനായിട്ടുള്ള ഞാനൊരു കളി കളിക്കാം എന്ന് ഭഗവാനും തീർച്ചപ്പെടുത്തി. കുട്ടികളോട് പറഞ്ഞു, നിങ്ങളാരും വിഷമിക്കേണ്ട, ഞാൻ പശുക്കുട്ടികളെ നോക്കി വരാം എന്ന് പറഞ്ഞ് ഭഗവാൻ പോയി. ഭഗവാൻ പോയാലേ ഈ ഗോപാലന്മാരെ ബ്രഹ്മാവിന് മറയ്ക്കാൻ പറ്റുള്ളൂ. ആയിക്കോട്ടെ, ഗോപാലന്മാരെ മറച്ചു. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഉറിയും സകല സാധനങ്ങളും മറച്ചു. ഇപ്പോൾ വൃന്ദാവന ചന്ദ്രനായി ഭഗവാൻ മാത്രം. താരകങ്ങളെ ഒന്നും കാണാനില്ല. അപ്പോൾ താൻ വലിയ താരമായി എന്ന് വിചാരിച്ച് ബ്രഹ്മാവ് അവിടുന്ന് നേരെ സത്യലോകത്തിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ
തടഞ്ഞു. എങ്ങടാ ഈ ബ്രഹ്മാവിൻ്റെ വേഷം കെട്ടിയിട്ട്? വേഷം കെട്ടോ, ഞാനാണ് യഥാർത്ഥ ബ്രഹ്മാവ്. അവർ പറഞ്ഞു, ഞങ്ങളുടെ ബ്രഹ്മാവൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, ഈ വേഷം കെട്ടൊക്കെ ഞങ്ങൾക്കറിയില്ലേ, യഥാർത്ഥ ബ്രഹ്മാവ് ഇതായിരിക്കണു. കാണിച്ചു കൊടുത്തപ്പോൾ ശരിയാണല്ലോ, അവിടെയുണ്ട് ഒരു ബ്രഹ്മാവ്, 4 തലയും ഒക്കെ ആയിട്ട് തന്നെ പോലെ തന്നെ. ഇപ്പം ആരാ യഥാർത്ഥത്തിലുള്ള ബ്രഹ്മാവ് എന്ന് ബ്രഹ്മാവിന് പോലും സംശയമായി. ഭഗവാന്റെ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഒന്നുകൂടി നോക്കിയപ്പോഴോ ശാന്താകാരം ഭുജഗശയനം. അത് ശരി, ഇതെന്താ പാൽക്കടലും അതേപോലെ അനന്തനെയും ഒക്കെ കാണാണ്ടല്ലോ. ആ ഭുജഗശയനൻ, പാമ്പിൻ്റെ മുകളിൽ കിടക്കുന്ന ആളുടെ നാഭിന്നൊരു പത്മം, അതിലല്ലേ ഞാൻ ഉണ്ടായത്, ശരിയാണല്ലോ. അന്നുകൂടി ശ്രദ്ധിച്ചു നോക്കി, അതിൽ ഞാൻ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഞാനാരാ? സംശയമായി അല്ലേ ബ്രഹ്മാവിന്. എങ്കിലും ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുക. കണ്ണൊക്കെ അടച്ചു തുറന്നു നോക്കിയപ്പോൾ വേണുഗായകൻ കണ്ണൻ വൃന്ദാവന കുമാരകൻ. അത് ശരി, ഒരു മഞ്ഞപ്പട്ടുകാരൻ ഓടക്കുള്ളൊക്കെ വിളിച്ച് മയിൽപ്പീലിയൊക്കെ ചൂടിക്കൊണ്ട്. അപ്പം ഞാൻ താഴത്ത് കണ്ടതോ? എന്നാൽ നോക്കാമെന്ന് വിചാരിച്ച് ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ സർവം വിഷ്ണുമയം സർവം കൃഷ്ണമയം. ആകെ പരിഭ്രമിച്ചു ബ്രഹ്മാവ്. നേരെ വന്ന് ഭഗവാന്റെ കാക്കൽ വീണ് നമസ്കരിച്ചു. തെറ്റുപറ്റി. അത് മനസ്സിലായില്ലേ? ഈ തെറ്റുപറ്റി എന്നുള്ളത് ഇവിടെയുള്ള ആളുകളോടൊക്കെ പറഞ്ഞോളൂ. എന്ത്? ഈ വൃന്ദാവനത്തിൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് ബ്രഹ്മാവ് ഉറക്കെ പാടി, അഹോ ഭാഗ്യം നന്ദഗോപവ്രജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. കനകദണ്ഡം പോലെ, സ്വർണ്ണവടി പോലെ വീണ് അങ്ങനെ നമസ്കരിച്ചു അത്രേ. അങ്ങനെയുള്ള ചില വടികളൊക്കെ ഉണ്ട്, വാക്കിംഗ് സ്റ്റിക്ക് അല്ലേ, 4 ഭാഗത്തേക്ക് അതിന് പിടി പോലെയൊക്കെ ഉണ്ടാവും. ഇതും അങ്ങനെയാണ്, 4 തലയുള്ള ബ്രഹ്മാവ്. എൻ്റെ ബ്രഹ്മാവെ ആരെങ്കിലും ഇങ്ങനെ മലന്ന് നമസ്കരിക്കാറുണ്ടോ? എങ്ങനെ നോക്കിയാലും ഒരു തല വേപ്പെട്ടാണ്. എന്തായാലും ഭഗവാൻ അനുഗ്രഹിച്ചു, ഇനി പൊക്കോളൂ എന്ന് പറഞ്ഞു വെച്ചു. പിന്നെ ബ്രഹ്മാവ് വരണത് ഗർഗഭാഗവതത്തിലൊക്കെ കാണാം. പിന്നെ ബ്രഹ്മാവ് എപ്പോഴാണ് വരണത്? രാധയും കൃഷ്ണനും തമ്മിലുള്ള വിവാഹം നടന്നു അത്രേ. ഭാഗവതത്തിൽ അങ്ങനെ കാണില്ല. അതിൻ്റെ മുഖ്യ ആചാര്യനായി, അച്ഛൻ്റെ വിവാഹത്തിന് മകൻ മുഖ്യ ആചാര്യനായിട്ട് നിന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തുമാവട്ടെ, ബ്രഹ്മാവിനെ മോഹിപ്പിച്ചു. അങ്ങനെ ബ്രഹ്മമോഹനം ഭഗവാന്റെ മറ്റൊരു ലീല. ശങ്കരമോഹനം, അത് ഭഗവാൻ മോഹിനിയാവുമ്പോഴാണ്. കാമദേവനെ മോഹിപ്പിച്ച രാസക്രീഡ. ഇനി ഇന്ദ്രനെ മോഹിപ്പിക്കുന്ന ഗോവർദ്ധനയാഗം, അതിനു മുമ്പായിട്ട് ഭഗവാൻ പല ലീലകളും ആടി. കാളിയമർദ്ദനം എന്ന ലീല അന്നും ഏട്ടനെ കൊണ്ടുപോയില്ല. എന്താ? ഒരു പാമ്പിൻ്റെ തലയിൽ നൃത്തം വയ്ക്കാൻ പോവുകയാണ്. ഏട്ടൻ ഇങ്ങനെയൊക്കെ കണ്ടാൽ പെട്ടെന്ന് ദേഷ്യം വരും. ഏട്ടൻ്റെ വംശത്തിൽ പെട്ട ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് അതൊരു കാരണം. മറ്റൊരു കാരണം, ഞാൻ കാളിന്തിയിലേക്ക് എടുത്ത് ചാടിയാൽ എൻ്റെ പ്രിയപ്പെട്ട ഗോപാലന്മാരെയും ഗോപികമാരെയും നന്ദഗോപരെയും യശോദയൊക്കെ സമാശ്വസിപ്പിക്കാറാണുള്ളത് ഭഗവാന്റെ കാരുണ്യം. അതുകൊണ്ട് ഭഗവാൻ അന്ന് ഏട്ടനെയും കൊണ്ടുപോയില്ല. അങ്ങനെ എല്ലാവരും കൂടി കാളിന്തിയുടെ തീരത്തെത്തി. കാളിന്തിയിലെ വെള്ളം കുടിച്ച് മോഹാലസ്യപ്പെട്ട് വീണ, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ട ഗോപന്മാർക്ക് ഭഗവാൻ തൻ്റെ കാരുണ്യ കടാക്ഷം കൊണ്ട് ജീവൻ തിരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാം. അവർ നോക്കുമ്പോൾ കാളിന്തിയിൽ കരിഞ്ഞുണങ്ങിയ കുറേ വൃക്ഷങ്ങളുണ്ട്. അതിലൊരു വൃക്ഷം മാത്രം പൂത്തിങ്ങനെ വിടരാൻ തുടങ്ങുന്നുണ്ട്. എന്താ അതിന് കാരണം? നോക്കിയപ്പോൾ ഒരാൾ അതുമ്മ പൊത്തിപ്പിടിച്ച് കയറുന്നുണ്ട്. നമ്മുടെ കൃഷ്ണ എങ്ങടായി കയറണത്? അതോ ഇപ്പോൾ ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ, നോക്കിക്കോളൂ എന്ന് പറയലല്ല. കൃഷ്ണൻ കടമ്പ് വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ഒരു ചാട്ടം. ആ കാളിന്തിയിലെ വെള്ളം മുഴുവൻ നിറഞ്ഞങ്ങോട്ട് കവിയാൻ തുടങ്ങി. കൃഷ്ണനെ കാണാനില്ല. ഗോപന്മാരെ ഓടാൻ തുടങ്ങി. യശോദാമ്മയെ, നന്ദഗോപരെ, ബലരാമേട്ട ഓടി വരൂ, കൃഷ്ണൻ കാളിന്തിയിലേക്ക് എടുത്ത് ചാടി. അവരുടെ അടുത്ത്, ആ ഗോപന്മാരുടെ അടുത്ത് വിവരം പറയാൻ പോയപ്പോഴേക്കും കൃഷ്ണൻ ഇവിടെ കാളിയൻ്റെ കൂടെ കുറച്ചു നേരം കളിച്ചു. കാമിനി രാധിക കെട്ടിപ്പിടിച്ചിടും പോലെ കാളിയനോ ഭഗവാനെ വരിഞ്ഞു ചുറ്റി. ഭഗവാൻ അത്രേ തോന്നിയുള്ളൂ. കാളിയൻ കേമായിട്ടാണ്, ഇവനെ ഞാൻ ഇപ്പം ഇല്ലാണ്ടാക്കും എന്നൊക്കെ വിചാരിച്ച് ഭഗവാൻ കുറച്ചു നേരം കളിച്ചു. കാളിയനിതൊന്നും മനസ്സിലായില്ല. അങ്ങനെ കാളിയൻ കിതച്ചു തുടങ്ങിയപ്പോഴേക്കും അവിടുന്ന് ഏട്ടൻ വിളിച്ചു പറയുന്നുണ്ട്, ആരും കാളിന്തിയിലേക്ക് എടുത്ത് ചാടരുത്, കൃഷ്ണൻ ഇതാ ഇപ്പോൾ വരും. എവിടെ?
എല്ലാവരും പേടിച്ചു വിറച്ചു നിൽക്കുക. ആകാശവീഥിയിൽ ബ്രഹ്മരുദ്രാദി ദേവന്മാരൊക്കെ തൻ്റെ നൃത്തം കാണാൻ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ മുകളിൽ ആ ബാൽക്കണിയിൽ ദേവന്മാർ, പിന്നെ താഴെ സാധാരണ രീതിയിൽ ഗോപന്മാരും. അപ്പോൾ ദേവന്മാരെയും ഗോപന്മാരെയും ഒക്കെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ച് കാളിയൻ്റെ വാലിൽ ഇങ്ങോട്ട് പിടിച്ചു. ദേവന്മാർക്ക് കാണിച്ചു കൊടുക്കുക, പാമ്പിൻ്റെ വാല് പിടിക്കണത് അത്ര മോശമൊന്നുമല്ല, പിടിക്കേണ്ട സമയത്ത് വാലിൽ പിടിക്കണം. വാലിൽ പിടിച്ചാലോ തല ഉയരും, തല ഉയർന്നാലോ ആ ദർപ്പത്തിൻ്റെ ഭണങ്ങൾക്ക് മുകളിൽ ഞാൻ നൃത്തം വയ്ക്കണത് കാണാം. എല്ലാവരും കാത്തു നിന്നോളൂ. ഗോപന്മാരും ഗോപികമാരും രാമൻ്റെ ആ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. രാമൻ പറഞ്ഞു, ഇപ്പം കാണാം, ദാ കണ്ടോളൂ കണ്ടോളൂ എന്ന് പറയലല്ല, അഗ്രേ പശ്യാമി രാമൻ കാണിച്ചു കൊടുത്തു. എവിടെ? രാമേട്ടൻ മാത്രം കണ്ടാൽ പോരെ, ഞങ്ങളും കാണട്ടെ. എവിടെ കൃഷ്ണൻ? കൃഷ്ണനെയല്ല കാണുന്നത്, മയിൽപ്പീലി കാണുന്നതാ. കണ്ടുവോ? എവിടെ? കാളിന്തിയുടെ ഓളങ്ങൾക്ക് മുകളിൽ മയിൽപ്പീലി കാണാനില്ലേ? ആ കണ്ടു കണ്ടു കണ്ടു. ആ ഇനി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണാം, നോക്കി നിന്നോളൂ. മയിൽപ്പീലി കണ്ടു, പിന്നെ തിരുമുടി കണ്ടു ഗോപർ. അത് കഴിഞ്ഞപ്പോഴോ ഗോപികമാർ പറഞ്ഞു, ദാ ഭഗവാന്റെ നെറ്റിത്തടം കാണുന്നു, ആ കൃഷ്ണൻ്റെ അതേപോലെ മനോഹരമായ ഗോപിക്കുറി കാണുന്നു, തിരുനാസിക കാണുന്നു, കണ്ണ് കാണുന്നു, അധരം കാണുന്നു, അധരത്തോട് ചേർന്നിരിക്കുന്ന മുരളി കാണുന്നു, ആ മുരളിയിൽ നിന്ന് സംഗീതം. ഇപ്പം ദാ കണ്ണനെ ഇങ്ങനെ കാണാനുണ്ട് കേട്ടോ. അങ്ങനെ കണ്ട് കേശാദിപാദം കണ്ടു, ആ പൊന്നിൻ ചിലമ്പും കണ്ടു, അതിന് താഴെ മിന്നുന്ന ആ കാളിയൻ്റെ ഭണങ്ങളും കണ്ടു. അയ്യോ, കാളിയൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണല്ലോ കൃഷ്ണൻ, ഇനി എന്താ ഉണ്ടാവുക? ബലരാമൻ പറഞ്ഞു, ഇനിയാണ് രസം, ദാ കണ്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കണ്ണൻ നൃത്തം വയ്ക്കാൻ തുടങ്ങി. ചിഞ്ചില നാദം മുഴക്കി ആ പൊന്നിൻ ചിലമ്പ് കൊഞ്ചുന്നതിനോടൊപ്പം ഓടക്കുഴൽ വിളിച്ചും കൊണ്ട് ഉണ്ണിയുടെ മനോഹരമായ നൃത്തം. ആ നൃത്തത്തിനൊടുവിൽ കാളിയൻ്റെ ദർപ്പം ഇല്ലാതെയായി, ചോര ഛർദ്ദിച്ചു. കാളിയനോട് പറഞ്ഞു, പൊക്കോളൂ, രമണകത്തിലേക്ക് പൊക്കോളൂ, ഇനി ഒരിക്കലും ഗരുഡൻ്റെ ആക്രമണം നിനക്കുണ്ടാവില്ല, കാരണം എൻ്റെ പാദത്തിൻ്റെ അടയാളങ്ങൾ നിന്നിൽ വന്നു കഴിഞ്ഞു. അങ്ങനെ കാളിയനെ തോൽപ്പിച്ചു. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഗോപികമാർക്കും ഗോപാന്മാർക്കും ഒക്കെ ഇപ്പോൾ ഉറപ്പായി തുടങ്ങി, കൃഷ്ണൻ എന്തൊക്കെയോ ലീലകളുള്ള ആളാണ് എന്ന് അവർക്ക് തോന്നി തുടങ്ങി. കൃഷ്ണൻ പരിപൂർണ ബ്രഹ്മമാണ് എന്നവർക്ക് തോന്നിയില്ലെങ്കിലും കൃഷ്ണനിൽ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. അവർക്കത് കുറച്ചുകൂടി വ്യക്തമായി അന്ന് രാത്രി കാട്ടുതീയിൽ നമ്മളെല്ലാവരും ഇല്ലാതെയാവെന്ന് വിചാരിച്ചപ്പോൾ രാമാ കൃഷ്ണ എന്ന് വിളിച്ച് കരഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എല്ലാവരും കണ്ണടച്ചോളൂ, കണ്ണു തുറന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ അഗ്നി കാണാനില്ല. ഏതായാലും കൃഷ്ണൻ സാധാരണക്കാരനല്ല, കൃഷ്ണൻ അഗ്നിയെ പാനം ചെയ്തു എന്ന് ചില ഗോപന്മാർ അവിടെ പറഞ്ഞു. മുഞ്ചാടവിയിലെ അതിഭയങ്കരമായ തീയിനെയും പാനം ചെയ്ത ഉണ്ണികൃഷ്ണൻ, ആ ഉണ്ണികൃഷ്ണൻ്റെ അധരത്തോട് ചേർന്നിരിക്കുന്ന ഓടക്കുഴൽ, ആ ഓടക്കുഴലിൻ്റെ പുണ്യത്തെ ഗോപികമാർ ആസ്വദിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, എങ്ങനെയാണ് നിനക്കിത് സാധിച്ചത്? ഓടക്കുഴൽ പറഞ്ഞു, എൻ്റെ ഉള്ളിലൊന്നുമില്ല, ഞാനല്ല ഈ ശബ്ദം ഉണ്ടാക്കുന്നത്, അത് ഭഗവാനാണ്. എൻ്റെ ഉള്ളിലെ ഒന്നുമില്ലായ്മയാണ് കണ്ണൻ ഇഷ്ടപ്പെട്ടത്. കണ്ണൻ തൻ്റെ ശ്വാസനിശ്വാസങ്ങളെ എന്നിലൂടെ കടത്തിവിടണു, അവിടുത്തെ കരാങ്കുലികൾ ഉയരുകയും താഴുകയും ചെയ്യണു, അതുകൊണ്ടാണ് ഈ സംഗീതം, അല്ലാതെ എൻ്റെ സംഗീതമല്ല. ഓരോ ജീവനോടും ഭാഗവതം പറയുന്നു, ഓരോ ജീവനോടും ഭഗവാന്റെ പൊന്നോടക്കുഴൽ പറയുന്നു. കാമക്രോധ ലോഭ മത മാത്സര്യാദികളാകുന്ന മാലിന്യങ്ങൾ ഇല്ലാതെയാക്കിയാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാകുന്ന ഓടക്കുഴലിനെ ഭഗവാൻ എടുക്കും. അതിൽ നിന്ന് മധുരമനോഹരമായ സംഗീതം ഉണ്ടാവും. മധുരമനോഹരമായ സംഗീതം ഉണ്ടാവണമെങ്കിൽ കൈകൾ ഉയരുകയും താഴുകയും വേണം. അതിൻ്റെ ക്രമാനുഗതമായ ഉയർച്ച താഴ്ചയാണ് അതിൻ്റെ സംഗീതം, സമ്യക്കായ ഗീതം. അതുകൊണ്ട് ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ജീവിതഗാനം ആ ജീവിതേശ്വരനായ ഭഗവാൻ ഭംഗിയായി നമ്മളെ കേൾപ്പിക്കുക. അപ്പോഴാണ് സംഗീതം ഉണ്ടാവുള്ളൂ. എല്ലാ സമയവും വിരലുകൾ അടഞ്ഞിരുന്നാലും, എല്ലാ സമയവും ആ ദ്വാരങ്ങൾ തുറന്നിരുന്നാലും സംഗീതം ഉണ്ടാവില്ല എന്ന് ഓടക്കുഴൽ പഠിപ്പിക്കുന്നു. ആ ഓടക്കുഴലാവാൻ മോഹിച്ച ഗോപികമാർ സാക്ഷാൽ ഭഗവതിയെ, കാർത്യായനീ ദേവിയെ അവിടെ ഭജിച്ചു എന്ന് പറയുന്നു.
ആ യമുനാ നദിയുടെ തീരത്ത് കാർത്യായനി ദേവിയെ ഭജിച്ച തൻ്റെ കാമിനിമാർക്ക് കാർമുകിൽ വർണ്ണൻ അവരുടെ ദേഹബോധമില്ലാതെയാക്കി ഗോപീ വസ്ത്രാപഹരണത്തിലൂടെ. അവർക്ക് മനസ്സിലായി, നമുക്ക് നമ്മളെ കണ്ണാടിയിൽ കാണുമ്പോൾ നമുക്ക് നാണം തോന്നാത്തത് എന്താ കാരണം? അത് നമ്മളാണ് എന്നുള്ള തോന്നൽ. ഈ കൃഷ്ണൻ തന്നെയല്ലേ നമ്മൾ? നമ്മുടെ ഉള്ളിൽ മിന്നിത്തിളങ്ങുന്ന ചൈതന്യം കൃഷ്ണനല്ലേ? കണ്ണാടിയിൽ കാണുന്നത് പോലെ കണ്ണനാടിയ ഈ ലീലയിലും അവർക്ക് കാണാൻ സാധിച്ചു. അവരൊക്കെ പരിശുദ്ധകളായി. ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. അവരോട് പറഞ്ഞു, അധികം വൈകാതെ നിങ്ങൾക്ക് രാസലീല ഞാൻ അനുഭവവേദ്യമാക്കും എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഗോപികമാരെ അനുഗ്രഹിച്ച ഭഗവാൻ, യജ്ഞപത്നിമാരെ അനുഗ്രഹിച്ച ഭഗവാൻ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ യജ്ഞം എന്നറിയാതെ കർമ്മഠന്മാരായിട്ടുള്ള ബ്രാഹ്മണർ, എന്നാൽ ആ കണ്ണനാമുണ്ണിക്ക് എല്ലാം സമർപ്പിച്ച യജ്ഞപത്നിമാരുടെ ഭക്തി രണ്ടും അവിടെ കാണാൻ സാധിക്കുന്നു. അവസാന യജ്ഞപത്നിമാരെയും ആ യജ്ഞം നടത്തുന്ന ബ്രാഹ്മണരെയും ഭഗവാൻ അനുഗ്രഹിച്ചു. ഇനി കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയേണ്ടത് ആ ശക്രനാണ്, ആ ദേവേന്ദ്രനാണ്. ദേവേന്ദ്രനുള്ള യാഗം മുടക്കി ദേവേന്ദ്രൻ്റെ അഹങ്കാരത്തെ ജ്വലിപ്പിച്ച ഭഗവാൻ പർവ്വതത്തിന്, ദേവേന്ദ്രൻ്റെ ശത്രുവായ പർവ്വതത്തിനാണ് യാഗം നടത്താൻ അച്ഛനോട് നിർദ്ദേശിച്ചത്. അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഒരിക്കലും ദേവേന്ദ്രൻ്റെ ദാനമല്ല നമുക്ക് മഴ, മറിച്ച് കർമ്മപുണ്യമാണ് മഴ. നമ്മുടെ പ്രത്യക്ഷ ദൈവമായ ഗോവർദ്ധനത്തെയാണ് നമ്മൾ പൂജിക്കേണ്ടത്. ആ ഗോവർദ്ധനത്തെ പൂജിക്കൂ എന്ന് പറയുന്നു. അതനുസരിച്ച് ആ ഗോവർദ്ധന യാഗം, ആ യാഗത്തിനൊടുവിൽ ഭഗവാൻ തന്നെ ഗോപാലനായി നിന്നുകൊണ്ട് പൂജ ചെയ്ത ഭഗവാൻ ഗോവർദ്ധനമായി നിന്നുകൊണ്ട് പൂജ സ്വീകരിച്ചു. എല്ലാവർക്കും അത്ഭുതമായി. ദേവേന്ദ്രനുള്ള യാഗത്തിൽ നമ്മൾ ദേവേന്ദ്രനെ ഇന്നേവരെ കണ്ടിട്ടില്ല. പക്ഷെ ഗോവർദ്ധനത്തിന് പൂജ ചെയ്തപ്പോൾ ദാ ഗോവർദ്ധനം മഞ്ഞപ്പട്ടുടുത്ത് നമ്മളെയൊക്കെ അനുഗ്രഹിക്കണു. ചില ഗോപന്മാർക്ക് സംശയം, ഈ ഗോവർദ്ധനത്തിന് എന്താ നമ്മുടെ കൃഷ്ണൻ്റെ ഒരു ഛായ ഉണ്ടല്ലോ, എല്ലാത്തിലും കൃഷ്ണൻ തന്നെയല്ലേ, ഗോവർദ്ധനവും കൃഷ്ണനാവുമെന്നൊക്കെ ചിലരെങ്കിലും വിശ്വസിക്കാൻ തുടങ്ങി. അവരൊക്കെ ആനന്ദ നർത്തനം ചെയ്തു. അവരൊക്കെ ഭഗവാന്റെ കീർത്തനം പാടി ഗോവർദ്ധന പരിക്രമണം ചെയ്തു. എല്ലാവരെയും അനുഗ്രഹിച്ചും കൊണ്ട് ഭഗവാൻ ആ നിവേദ്യാദികളൊക്കെ സന്തോഷപൂർവം സ്വീകരിച്ചു എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവർക്കും ആനന്ദം ആയപ്പോൾ അഹങ്കാരത്തിൻ്റെ, അമർഷത്തിൻ്റെ അഗ്നിപർവ്വതം പുകയാൻ തുടങ്ങി ദേവേന്ദ്രനിൽ. ദേവേന്ദ്രൻ പറഞ്ഞു, എങ്കിൽ അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ആരെ? സാക്ഷാൽ ഭഗവാനെ. തന്നെ ഈ ഇന്ദ്രപദവിയിൽ ഇരുത്തിയ ആളെയാണ് പാഠം പഠിപ്പിക്കാൻ ദേവേന്ദ്രൻ പുറപ്പെടുന്നത്. നമുക്കും ഇങ്ങനെയൊക്കെ തോന്നും. കുറച്ച് ഉയർച്ചയിലേക്കൊക്കെ വരുമ്പോൾ ഭഗവാനെ മറക്കും നമ്മൾ. ഇവിടെയും അതെ, ഭഗവാനെ മറന്ന ദേവേന്ദ്രൻ ആ ഭഗവാന്റെ ആ വൃന്ദാവനത്തിന് മുകളിൽ മഴമേഘങ്ങളെ നിരത്തി മഴ പെയ്യിക്കുക. ഭഗവാന്റെ കാരുണ്യവർഷം സ്വീകരിക്കേണ്ടുന്നതിന് പകരം ഭഗവാന് നേരെ അഹങ്കാരവർഷം പെയ്യാൻ, പെയ്യിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു ദേവേന്ദ്രൻ. വെള്ളം, മഴവെള്ളം അതിഭയങ്കരമായി ആ വൃന്ദാവനത്തെ പ്രളയതുല്യമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കണമെന്ന് മനസ്സിലായപ്പോൾ ഗോപന്മാരും ഗോപികമാരും ഭഗവാനെ വിളിച്ചു കരഞ്ഞു. ഭഗവാൻ അവിടെ പറഞ്ഞു, നമുക്ക് ഗോവർദ്ധനത്തെ പൂജിച്ച നമ്മളോട് ഗോവർദ്ധനം സന്തോഷിച്ചെങ്കിൽ, ഗോവർദ്ധനം എൻ്റെ കയ്യിൽ കരതലാമലം പോലെ, ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ, അല്ലെങ്കിൽ ഛത്രാഗമിവ ബാലക, ഒരു കുട്ടിയുടെ കയ്യിലുള്ള ആ കുട പോലെ ഉയർത്താൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട, കണ്ടോളൂ എന്നും പറഞ്ഞ് ഭഗവാൻ ആ പർവ്വതത്തെ അങ്ങനെ ഉയർത്തി. 7 അഹോരാത്രങ്ങൾ ഭഗവാൻ അനങ്ങാതെ നിന്നു. ആനന്ദസ്വരൂപൻ അതിമനോഹരമായ ഗാനങ്ങൾ തൻ്റെ ഓടക്കുഴലിലൂടെ ലോകത്തിന് പകർന്നു കൊടുത്തു. അവിടെ എല്ലാവരും ആനന്ദം അനുഭവിച്ചു. ആ ആനന്ദാനുഭൂതിയിൽ ദേവേന്ദ്രൻ്റെ അഹങ്കാരം ഇല്ലാതെയായി. മഴ മാറി, വെള്ളിമേഘങ്ങൾ നിറഞ്ഞു. ദേവേന്ദ്രൻ ഭഗവാനെ കാക്കൽ വീണ് നമസ്കരിക്കണമെന്ന് തീർച്ചപ്പെടുത്തി. എങ്കിലും ഒറ്റയ്ക്ക് വരാനൊരു മടി. എങ്കിൽ
ആ ഗോപാലൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു പശുവിനെയും കൊണ്ട് പോവാം എന്ന് തീർച്ചപ്പെടുത്തി. എങ്കിൽ ആ പശുക്കളുടെ അമ്മ ആ മാതൃസ്ഥാനീയായിരിക്കുന്ന സുരഭിയെയും കൊണ്ടുവരാം എന്ന് തീർച്ചപ്പെടുത്തി. സുരഭി മാതാവിനോട് ചോദിച്ചു, ഞാൻ വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്, ആ ഭഗവാനെ ആകാശഗംഗ കൊണ്ട് അഭിഷേകം ചെയ്യണമെന്നാണ് എൻ്റെ മോഹം. എങ്കിൽ ഞാനും വരാം ദേവേന്ദ്ര, എനിക്കും സന്തോഷമാണ്. കാരണം എൻ്റെ പാലുകൊണ്ട് ആ പാലാഴിനാഥനെ ഒന്ന് അഭിഷേകം ചെയ്യണം, എനിക്കും മോഹമുണ്ട്. എന്നാൽ വരൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി വന്നു. ദേവേന്ദ്രൻ അതിഗംഭീരമായിട്ട് സ്തുതിച്ചു. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനെ വാസുദേവായ കൃഷ്ണായ സാത്വതാം പതയേ നമ. അറിയാതെ എൻ്റെ ക്രോധാവേശത്തിൽ അവിടുത്തെ ഞാൻ മറന്നുപോയി, ഭഗവാനെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ ക്ഷമിച്ചേക്കണു, തിരിച്ചു പൊക്കോളൂ, സ്വർഗത്തിൽ പോയി എൻ്റെ അനുഗ്രഹത്തോടു കൂടി വേണ്ട പോലെ ഈ ലോകത്തെ പരിപാലിച്ചോളൂ. അതിനാണ് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ തയ്യാറാക്കി നിർത്തിയേക്കണത്. മനു, ദേവേന്ദ്രൻ, സപ്തർഷികൾ, ഇതൊക്കെ എനിക്ക് വേണ്ടി ലോകത്തിന് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അഹങ്കാരം ഇല്ലാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. സുരഭി മാതാവ് ദാ ആ ഭഗവാനെ പാലുകൊണ്ട് അഭിഷേകം ചെയ്തു എന്നാണ്. ദേവേന്ദ്രൻ ആകാശഗംഗ കൊണ്ടും സുരഭി മാതാവ് പാലുകൊണ്ടും ഭഗവാനെ അഭിഷേകം ചെയ്തു. ഇന്നും നമുക്ക് കാണാം, പൊന്നുഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ പന്തീരടി പൂജ സമയത്ത് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ ആ ഭഗവാന് അഭിഷേകം ചെയ്യണു, പാലഭിഷേകം ചെയ്യണു. അവിടെയുള്ള ഭക്തന്മാരുടെ കണ്ഠത്തിൽ നിന്നും ഉറക്കെ ഗോവിന്ദ എന്ന ത്രക്ഷരി ഉയരണു. നമുക്കും ആ ഗോവിന്ദ നാമം ഉറക്കെ ജപിക്കാം. അതോടൊപ്പം തന്നെ ഭക്തിയോടുകൂടി വളരെ ശ്രദ്ധയോടെ വന്ന് ആ ഭഗവാന്റെ വിഗ്രഹത്തിൽ ഓരോരുത്തരും പാലഭിഷേകം ചെയ്ത് ധന്യരാവണം എന്നുകൂടി അറിയിച്ചും കൊണ്ട് നമുക്കും ആ പാലഭിഷേകത്തിലേക്ക് കടക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.